ഗോഡുട്ടാ മമ്മിയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? ഗോഡുവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആരാ? മമ്മിയുടെ മുത്താരാ? മമ്മിയുടെ ചക്കര ആരാ? ഗോഡു പഞ്ചാര മുത്താരാ. ഗോഡു നമ്മള് രണ്ടാളും സെറ്റ്. ഗോഡുട്ട എന്തിട്ട് ചെയ്യണേ? അടിച്ചു വാര. സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് സംസാരിക്കാനുള്ള എളുപ്പവഴി സംസാരിക്കൽ തന്നെയാണല്ലോ. അപ്പോൾ നമ്മൾ സ്പീച്ച് തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയാലും അവരും അതേമാതിരി കുറച്ച് കാര്യങ്ങൾ അവർ പഠിപ്പിച്ചു കൊടുത്തിട്ട് പിന്നെ വീട്ടിൽ ട്രെയിനിങ് കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പഠിപ്പിക്കാനായിട്ടിരിക്കണ പോലെ ഇരിക്കുമ്പോൾ സംസാരിക്കാൻ വലിയ താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോഴോ അതല്ലാത്ത നേരത്തോ ഞങ്ങൾ വണ്ടിയുമ്പോൾ സ്കൂളിലേക്ക് പോണ സമയത്തൊക്കെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. എന്തൊക്കെയാണ് കഴിച്ചത്, അല്ലെങ്കിൽ അതിൻ്റെയൊക്കെ പേര്, ഇന്നത്തെ ദിവസം എന്താണ്, അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നെ വല്ല പാട്ടൊക്കെ ഉണ്ടെങ്കിൽ പാടും. അപ്പോൾ അവന് ഞാൻ ഒരുമിച്ച് ഇങ്ങനെ പാട്ട് പാടിയിട്ടായിരിക്കും മിക്കവാറും പോവുക. അപ്പോൾ ചിലപ്പോൾ മഴ പെയ്യണമെങ്കിൽ മഴയുടെ പാട്ട് പാടും. ഗോഡുവിന് പാട്ടും ഡാൻസൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ചെറുപ്പം മുതലേ ഭയങ്കര ഇഷ്ടമാണ്. ഡാൻസ് ഇപ്പോഴും അവൻ കളിച്ചോളും. പക്ഷെ പാട്ട് പാടാനുള്ള ജ്വരം കുറഞ്ഞു. സ്കൂളിലത്തെ പ്രയർ സോങ്ങൊക്കെ അവൻ പാടും. അവന് തോന്നണ നേരാണെന്നുണ്ടെങ്കിൽ സിനിമ പാട്ടൊക്കെ പാടും. തമിഴ് സിനിമയിലത്തെ പാട്ടുകളൊക്കെ പാടും. പക്ഷെ അത് വാക്കുകളൊന്നും ചിലതൊന്നും ട്യൂൺ കറക്റ്റാണ്. അപ്പോൾ അതുമാതിരി ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് സ്റ്റേജിൽ പാടാൻ വേണ്ടിയിട്ട് അച്ചുവിൻ്റെ അമ്മ സിനിമയിലത്തെ പാട്ട് അവനെ ഞാൻ പഠിപ്പിച്ചു കൊടുത്തു. നന്നായിട്ട് അവനത് പഠിച്ചു. കരോക്കെ ഇട്ടിട്ട് തന്നെ അവനത് പാടും. ഞങ്ങൾ ഒരുമിച്ച് പാടി പ്രാക്ടീസൊക്കെ ചെയ്ത് നല്ല കുട്ടിയായിട്ട് അവൻ പാടും എന്ന് എനിക്കറിയാം. പക്ഷേ ഈ ഓട്ടിസം എന്ന അവസ്ഥ ചിലപ്പോൾ അവനെങ്ങനെ പിന്നാട്ട് വലിക്കണ ഒരു ഇതുണ്ടല്ലോ, അതുകൊണ്ട് ഇവൻ ഇടയിൽ വെച്ച് നിർത്തുമോ എന്നുള്ളൊരു വിചാരം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തു വന്നാലും ശരി എൻ്റെ മകൻ്റെ അവസ്ഥ എനിക്കറിയാവുന്നതുകൊണ്ട് അവൻ കരഞ്ഞാലും സാരില്ല, ഞാൻ കരയില്ല എന്നൊരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് കൊടുത്തു, സ്റ്റേജിൽ കയറ്റി നിർത്തി, മൈക്കൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഞാനാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അവൻ പാടി കരൊക്കെ കറക്റ്റായി. തുടങ്ങേണ്ട സമയം വന്നപ്പോൾ അവൻ തുടങ്ങിയില്ല. അപ്പോൾ ഞാൻ പാടി കൊടുത്തു. കാരണം ഞാൻ വിചാരിച്ചു ഞാൻ തുടങ്ങി ഇത്തിരി കഴിയുമ്പോൾ പാടും എന്ന് വിചാരിച്ചവൻ പാടിയില്ല. എന്നിട്ട് ഞാൻ ആ പാട്ട് പാടി അവസാനിപ്പിച്ചു. എന്നാലും ഞാൻ മനസ്സിൽ സാരില്ല, എൻ്റെ മോൻ്റെ അവസ്ഥ ഇതാണ്, വിഷമിക്കണ്ട എന്ന് ഞാൻ എന്നോട് തന്നെ പറയണ്. അത് കഴിഞ്ഞിട്ട് സ്റ്റേജിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ സ്റ്റേജിൻ്റെ ഫ്രണ്ടിൽ റോഷൻ മാഷും വിദ്യ ടീച്ചറൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ മാഷ് തലേദിവസം കണ്ടതാണ് കേട്ടതാണ് ഗോഡ് നന്നായിട്ട് പാടുന്നത്. അത് മാഷിനറിയാം. അപ്പോൾ ഞാൻ ഇറങ്ങി കഴിഞ്ഞപ്പോൾ മാഷ് മാഷിൻ്റെ അടുത്ത് പിടിച്ചിരുത്തി. എന്നിട്ട് പറഞ്ഞു കുറച്ച് കഴിയട്ടെ അവൻ പാടിക്കോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിചാരിച്ചു സാറില്ലേ അവൻ പാടിയില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് വിചാരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ മാഷ് പറഞ്ഞു സ്റ്റേജിൽ കയറണ്ട, ആ മൈക്ക് ഇവിടെ കൊടുക്കാൻ പറഞ്ഞു. മാഷിൻ്റെ അടുത്തിരുന്ന് ടീച്ചറെ മാഷിൻ്റെ നടുക്കിലിരുന്ന് ആ പാട്ട് ഫുൾ അവൻ പാടി. അപ്പോൾ സ്റ്റേജിൻ്റെ ഭാഗത്ത് നിന്നിട്ട് ഞാൻ ആ വീഡിയോ എടുത്തത്. ഓഡിയൻസിൻ്റെ അടുത്താണ് അവൻ ഇരിക്കണത്. സത്യം പറഞ്ഞാൽ അപ്പം ഞാൻ കരഞ്ഞു. കാരണം ഏറ്റവും സൂപ്പറായിട്ട് അവൻ ആ പാട്ട് പാടി. അത് ആ സ്റ്റേജിൽ നിന്ന് പാടാൻ ആ നേരത്തെ അവന് സാധിച്ചില്ലല്ലോ. കാരണം നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെ കാണുമ്പോഴുള്ളൊരു ഭയം അതവനുണ്ടായിരുന്നു. ആൾക്കാർ കൂടുന്ന സാഹചര്യങ്ങളിൽ പെരുമാറുമ്പോൾ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്.